അപ്പോൾ ഇന്നത്തെ ക്ലാസ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. മക്കളെ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിപ്പോൾ PSC ബാങ്കോ SSC ആരാണെങ്കിലും. ഇപ്പോൾ PSC ആണെങ്കിൽ മലയാളത്തിൽ പങ്കാളിത്ത കച്ചവടം എന്നൊക്കെ പറഞ്ഞ് പങ്കാളികൾ തമ്മിൽ നടത്തുന്ന ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ചോദിക്കാം. ബാങ്കിനും SSCക്കും റെയിൽവേക്കും ഒക്കെ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും പെർസെൻറ്റേജും കൂടി കുഴച്ചുണ്ടാക്കിയേക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഈ പെർസെൻറ്റേജിൻ്റെയും റേഷ്യോൻ്റെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എടാ, നിങ്ങൾ എവിടെ പോയാലും ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ? പെർസെൻറ്റേജും റേഷ്യോ. കാരണം ഇതില്ലാതെ ഒന്നുമില്ല. ഇതെല്ലാം ബാക്കിയെല്ലാം ഉണ്ടാക്കിയേക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജും റേഷ്യോയുമാണ്. അങ്ങനെ പെർസെൻറ്റേജും റേഷ്യോയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനത്തിന് ഉദാഹരണമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ മലയാളം ഞാൻ ഓൾറെഡി പറഞ്ഞു, പങ്കാളിത്ത കച്ചവടം. അതായത് രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന ബിസിനസ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷണൽ സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ്. മിനിമം 2 പേര് വേണം. ഒരുത്തൻ തന്നെ എന്തോ പാർട്ട്ണർഷിപ്പ് നടത്താനാണ് ഇല്ല. ഒരുത്തൻ തന്നെ നടത്തുന്നതിനെ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നൊക്കെ പറയും. ഇവിടെ മിനിമം 2 പേരെങ്കിലും വേണം. അപ്പം മിനിമം 2 പേരെങ്കിലും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്. അപ്പം 2 തൊട്ട് അങ്ങോട്ട് ആകാം. 2-ൽ കൂടി നമ്മുടെ ചോദ്യങ്ങളിൽ കൂടി പോയാൽ 3 അല്ലെങ്കിൽ 4 അത്രയൊക്കെ ചോദിക്കും. അത്ര ആളുകളുടെ ചോദ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇപ്പം ഉദാഹരണത്തിന് എയും ബിയും കൂടി ചേർന്ന് ഒരു ബിസിനസ് നടത്തുക. അപ്പോൾ ഇവർക്ക് വേണ്ട ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 200 രൂപയാണ്. ബിസിനസ് നടത്തണമെങ്കിൽ കാശ് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ആകെ വേണ്ടത് 200 രൂപയാണ്. അപ്പോൾ എ പറഞ്ഞു ഞാൻ 100 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി പറഞ്ഞു എന്നാൽ ഞാനും 100 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ റേഷ്യോൻ്റെ കാര്യം പറയും. CCR. ഇത് പേരൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ലേ. എന്താ CCR എന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ. ക്യാപിറ്റൽ ഇട്ടേക്കുന്ന റേഷ്യോ എത്ര? 1:1. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ലാഭം കിട്ടി. ഒരു 60 രൂപ പ്രോഫിറ്റ് കിട്ടി. 200 രൂപ ചെലവാക്കി 60 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഈ ലാഭം എ എടുത്തുകൊണ്ട് പോകാൻ ബി സമ്മതിക്കത്തില്ല, ബി എടുത്തുകൊണ്ട് പോകാൻ എ സമ്മതിക്കത്തില്ല. ഇവർ 2 പേരും ഇത് വീതിക്കണം. അപ്പോൾ എങ്ങനെ വീതിക്കും എന്നൊരു ചോദ്യം വരും. അപ്പോൾ പ്രോഫിറ്റ് ഇവർക്കിടയിൽ വീതിക്കുന്നതിന് ഒരു റേഷ്യോ വേണം. അതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യും? കോമൺ സെൻസ്. ആകെ വേണ്ട 200ന്റെ പകുതി കൊണ്ടുവന്ന് എ ആണ്. അപ്പോൾ എ പറയും ആകെ കിട്ടിയതിന്റെ പകുതി എനിക്ക് വേണം. ബി പറയും ആകെ വേണ്ട 200ന്റെ മറ്റൊരു പകുതി കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ പ്രോഫിറ്റിന്റെ മറ്റൊരു പകുതി എനിക്ക് വേണം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ ആയിരിക്കും. അതായത് ഏത് റേഷ്യോയിലാണോ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ആ റേഷ്യോയിൽ തന്നെ അവർക്ക് പ്രോഫിറ്റ് വീതിച്ച് കൊടുക്കണം. അപ്പോൾ എടാ നോക്കിക്കോ, എയുടെ ഷെയർ എത്ര ആയിരിക്കും? ഇവിടെ 1:1 അല്ലേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതെ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ ഏത് തന്നെയാണോ അത് തന്നെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പം എയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 60 × 1:1 എന്ന് പറയുമ്പോൾ എയ്ക്ക് 1/2 കിട്ടും. അതായത് 30 രൂപ. ബിക്ക് എത്ര രൂപ കിട്ടും? 60ന്റെ മറ്റൊരു പകുതി 1/2 എത്ര കിട്ടും? 30. അപ്പം എയ്ക്കും ബിക്കും എത്ര രൂപ വീതം കിട്ടി? 30 രൂപ വീതം കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ വീതിക്കുന്നു? അവർ ഇട്ടിരിക്കുന്ന അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോയിൽ, ക്യാപിറ്റൽ എങ്ങനെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് ആ റേഷ്യോയിൽ തന്നെ പ്രോഫിറ്റ് വീതിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ. ഇനി ഞാൻ വേറൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാമേ. എടാ, ഇതേ എയും ബിയും തന്നെ, പക്ഷേ ആകെ വേണ്ട ക്യാപിറ്റലിന് മാറ്റമൊന്നുമില്ല. 200 രൂപ തന്നെയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബി ഇല്ലായിരുന്നു. അത് ആകെ വേണ്ടത് 200 ആണ്. അതിലെ പകുതി ക്യാപിറ്റലും കൊണ്ട് എ അങ്ങ് ബിസിനസ് തുടങ്ങി, 100 രൂപയും കൊണ്ട് തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ബി വരുന്നത്. ബാക്കി പകുതി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എ ബിസിനസ് തുടങ്ങിയ ഒരു 6 മാസം കഴിയുമ്പോഴാണ് ബി വരുന്നത്. ആഫ്റ്റർ 6 മന്ത്സ്. ഇത് ചിരിക്കണേ. ഓക്കെ. ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 100. എടാ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് 60 രൂപ ലാഭം കിട്ടി. അപ്പോഴും നമ്മൾ പറയുമോ എയും ബിയും പകുതി എടുത്താൽ ശരിയാകുമെന്നും?
പറ്റുമോ? അതൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഒരു പൊരുത്തക്കേട് അവിടെ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? ഒരു ചെറിയൊരു കല്ലുകടി നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തില്ലേ? കാരണം ബി ചിന്തിക്കുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ എ ചിന്തിക്കുന്നത് എന്തായിരിക്കും? എടാ ആകെ 60 രൂപ ലാഭം കിട്ടി, ഞാൻ ഇട്ടേക്കുന്നത് 100 രൂപ, അവൻ ഇട്ടേക്കുന്നത് 100 രൂപ. ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ പട്ടിയെ പോലെ കടന്ന് പണിയെടുത്തു. പക്ഷെ അവൻ കയറി വരുന്നത് പകുതി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ്. 6 മാസം കഴിഞ്ഞ് കയറി വന്ന അവന് 30 രൂപ, ആദ്യം മുതൽ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നത് എനിക്ക് 30 രൂപ. ഞാൻ പോന്നു, ഇനി ഞാൻ ഈ പണിക്കില്ല എന്നും പറഞ്ഞിട്ട് ആര് പിണങ്ങിപ്പോവും? പിണങ്ങിപ്പോവും. വേറൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറൊരു ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അവർ തമ്മിൽ നല്ല പാർട്ട്നേഴ്സിനിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന കേസ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ, പൈസ ഇട്ടേക്കുന്ന റേഷ്യോ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ 2 പേരുടെയും കയ്യിലുള്ളത് 100 രൂപയാണ്. 2 പേരുടെ ഇൻവെസ്റ്റ്മെന്റ് അത് 1:1 ആണ്. പക്ഷെ ആ റേഷ്യോയിൽ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ല എന്ത്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമുക്ക്, അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോയിൽ ഇവിടെ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് ലോജിക്കലി തെറ്റാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. എന്ത്? ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എത്ര നാള് പൈസ ഇട്ടു എന്നുള്ളതൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. എടാ എയുടെ പൈസ എത്ര നാളുണ്ടായിരുന്നു ഇവിടെ? എയുടെ 100 രൂപ 12 മാസം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഒരു വർഷം കഴിഞ്ഞപ്പോഴല്ലേ പ്രോഫിറ്റ് 60 രൂപ കിട്ടിയത്. അപ്പൊ ആ 12 മാസവും എയുടെ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ബിയുടെ പൈസയോ 6 മാസം കഴിഞ്ഞിട്ടാ വരുന്നേ. അപ്പൊ 12-ൽ നിന്ന് 6 അങ്ങ് പോയി. പിന്നെ ബാക്കി എത്ര മാസമേ ഉള്ളൂ ബിയുടെ പൈസ ഇവിടെ? 6 മാസമേ. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് റേഷ്യോ ആക്കുക. അപ്പൊ നോക്കി, ഈ 2 സൈഡിൽ നിന്ന് 100 നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. പിന്നെ 12:6 അല്ലെങ്കിൽ 2:1, 2:1 എന്ന റേഷ്യോ നമുക്ക് കിട്ടി. 2:1 എന്ന റേഷ്യോ നമുക്ക് കിട്ടി. ആണോ? അതെ. എടാ ഈ റേഷ്യോ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തേ? ഈ 100 എന്ന് പറയുന്നത് എന്താ? വേറൊരു കളർ എടുക്കാവേ. ഈ 100 എന്ന് പറയുന്നത് എന്താ മക്കളെ? ക്യാപിറ്റൽ ആണ്. ഈ 12 എന്ന് പറയുന്നത് എന്തുവാ? ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു? ടൈമാണ്. ഈ 100 എന്ന് പറയുന്നതും ക്യാപിറ്റൽ ആണ്. ഈ 6 എന്ന് പറയുന്നതും ടൈമാണ്. അപ്പോൾ പ്രോഫിറ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി? ക്യാപിറ്റൽ ഇൻറ്റു ടൈമിന്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും പ്രോഫിറ്റിന്റെ റേഷ്യോ. അതായത് പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്യാപിറ്റലിനെ മാത്രമല്ല ടൈമിനെയും കൂടെ കൺസിഡർ ചെയ്യണം. ഇപ്പൊ മുമ്പത്തെ കേസിൽ ടൈം ഈക്വൽ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മളത് പറയാഞ്ഞത്. കാരണം ഇപ്പൊ മുമ്പത്തേത് നോക്കുവാണെങ്കിൽ 100x12 എയും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു, ബിയും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. സോ അവിടെ ഈ ഒരു ടൈം ഈക്വൽ ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ടൈം ഈക്വൽ ആയതുകൊണ്ട്. പക്ഷേ ടൈം ഡിഫറെന്റ് ആകുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ടൈം പീരീഡ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ടൈം പീരീഡ് ഈക്വൽ ആണെങ്കിൽ, അതായത് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ പാർട്ട്നേഴ്സും ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ ഇട്ടിരിക്കുന്ന റേഷ്യോ ഏതാണോ ആ റേഷ്യോയിൽ തന്നെ കൊടുക്കണം. അല്ലാതെ ടൈമിനെ കുറിച്ച് ഒന്നും ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും അവർ പ്രോഫിറ്റ് എടുക്കുന്നത്. സമയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും ചോദ്യത്തിൽ പറഞ്ഞില്ലെങ്കിൽ. എന്നാൽ ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ക്യാപിറ്റൽ ഇൻറ്റു ടൈമിന്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും. എടാ അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈമിന്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും. ആണേ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കി വെക്കരുത് ക്യാപിറ്റലിനെ ടൈം കൊണ്ട് ഗുണിച്ചാൽ പ്രോഫിറ്റ് കിട്ടുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ബിസിനസ്സുകാരായാലും ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 കൊല്ലം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. 5 ലക്ഷം ഇൻറ്റു 10 50 ലക്ഷം ആയാലോ. അപ്പൊ അതല്ല ഈ പറയുന്നത്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം അതിന്റെ ലീസ്റ്റ് ഫോമിലായിരിക്കണം. ഞാൻ ആ റേഷ്യോന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ഇൻറ്റു ടൈമിന്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും. എടാ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിന്റെ റേഷ്യോ എന്തായിരിക്കും? ക്യാപിറ്റലിനെ ഒറ്റയ്ക്കാക്കുക, ടൈമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, പ്രോഫിറ്റ് ബൈ ടൈം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? പ്രോഫിറ്റ് ബൈ ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ഈ 3 റേഷ്യോസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചോണം. കാരണം ഏതെങ്കിലും 2 എണ്ണം തന്നിട്ട് ഒരെണ്ണം ചോദിക്കും. പ്രോഫിറ്റിന്റെയും ടൈമിന്റെയും റേഷ്യോ തന്നിട്ട് ക്യാപിറ്റലിന്റെ ചോദിക്കാം, ക്യാപിറ്റലിന്റെയും ടൈമിന്റെയും തന്നിട്ട് പ്രോഫിറ്റിന്റെ ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 3 റേഷ്യോസ്, പ്രോഫിറ്റ് എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ടൈം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ ചോദ്യത്തിലേക്ക് വന്നാൽ നമുക്കിവിടെ റേഷ്യോ കിട്ടി 2:1. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം അതിന് നീതി ലഭിച്ചു. കാരണം കൂടുതൽ സമയം
നിന്ന ആളിന് കൂടുതൽ കാശ് കിട്ടി അല്ലെ. 2:1 2 എക്ക് കിട്ടിയാൽ അതിന്റെ പകുതി ആർക്ക് കിട്ടത്തുള്ളൂ, ബിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ 60 രൂപ അവർ ഡിവൈഡ് ചെയ്താൽ എക്ക് എത്ര രൂപ കിട്ടും? 60 × 2:1 എന്ന് പറയുമ്പോൾ 2/3. അപ്പൊ എത്ര കിട്ടും മക്കളെ? 40. ബിക്ക് എത്ര രൂപ കിട്ടും? 60 × 1/3 എത്ര രൂപ കിട്ടും? 20. കണ്ടോ, കൂടുതൽ സമയം പൈസ ഇൻവെസ്റ്റ് ചെയ്ത എക്ക് കൂടുതൽ പൈസയും കുറച്ച് സമയം അവിടെ നിന്ന ബിക്ക് കുറച്ച് പൈസയും കിട്ടി. അപ്പൊ ഇതാണ് പാർട്ട്ണർഷിപ്പിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെ? പ്രോഫിറ്റ് എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ടൈം എന്താണെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ചോദ്യത്തിൽ സമയത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ടൈം ഈക്വൽ ആണെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആയിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ടൈം പറയുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈമിന്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ ഇത് വ്യക്തമായി മനസ്സിലാക്കി വെച്ചോളുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇതിനകത്തിൽ പഠിക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തിയറി പാർട്ട് കഴിഞ്ഞു. മക്കളെ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമില് 2 തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. 2 തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആളിനെ വിളിക്കുന്ന പേര് ആക്റ്റീവ് പാർട്ട്ണർ ഓർ വർക്കിംഗ് പാർട്ട്ണർ എന്നും രണ്ടാമത്തെ ആളിനെ വിളിക്കുന്ന പേര് സ്ലീപ്പിംഗ് പാർട്ട്ണർ ഓർ ഇൻആക്റ്റീവ് പാർട്ട്ണർ എന്നും ഒക്കെ ആയിരിക്കും. അപ്പൊ ആരാണ് ഈ ആക്റ്റീവ് പാർട്ട്ണർ ഓർ വർക്കിംഗ് പാർട്ട്ണർ? ആരാണ് ഈ സ്ലീപ്പിംഗ് പാർട്ട്ണർ? സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, അതായത് മക്കളെ, എടാ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഓക്കെ, ഞാൻ മാത്രമേ ഉള്ളൂ നാട്ടിൽ, കേരളത്തിൽ ഞാനേ ഉള്ളൂ. എൻ്റെ 2 സുഹൃത്തുക്കളും ഗൾഫിലാണ്. ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് ഈ ഹോട്ടൽ നടത്തുന്നു. ഞാൻ മാത്രമാണ് കേരളത്തിൽ ഈ ഹോട്ടലിനടുത്ത് താമസിക്കുന്നത്. ബാക്കി എല്ലാവരും പുറത്താണ്. എല്ലാ ദിവസവും ഞാൻ ഹോട്ടലിൽ വരുന്നു, അവിടുത്തെ ക്യാഷ്യറായിട്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ മുതലാളിയാണ്, ഓഫ്കോഴ്സ്, ഇത് എൻ്റെ സ്വന്തം കമ്പനിയാണ്, ഞങ്ങളുടെ ബിസിനസ്സാണ്. സോ ഞാൻ അവിടെ ഒരു ക്യാഷ്യറായിട്ട് ഇരിക്കുന്നു അല്ലേ. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പൈസ എല്ലാം കളക്ട് ചെയ്യുന്നത് ഞാനാണ്, അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നു. ഓക്കെ, ബാക്കി 2 പേരോ? അവർക്ക് ഇതിനൊന്നും വരാൻ പറ്റത്തില്ല, അവരെവിടെയാണ്? ഗൾഫിലാണ്. അപ്പൊ ലാഭം കിട്ടിയാൽ ഞങ്ങൾ 3 പേരും ഷെയർ ചെയ്യണം. ലാഭം കിട്ടിയാൽ ഷെയർ. അപ്പൊ അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടും, എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടും. പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട്, എനിക്കൊരു പ്രിവിലേജ് ഉണ്ട്. ഞാൻ ആരാണ്? ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണറാണ്. ഓഫ്കോഴ്സ് ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണറാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ വേറെ ആരുമാണ്? ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കമ്പനിയുടെ എംപ്ലോയി ആണ്. അപ്പൊ ഞാൻ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ മുതലാളിയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ പാർട്ട്ണറാണ്. അറ്റ് ദ സെയിം ടൈം ഐ എം എൻ എംപ്ലോയി ഓഫ് ദ ഫേം. അപ്പം ഒരു പാർട്ട്ണർ തന്നെ എംപ്ലോയിയും കൂടെ ആവുന്ന ആളിനെയാണ് ആക്റ്റീവ് പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. സോ ഹു ഈസ് ആൻ ആക്റ്റീവ് പാർട്ട്ണർ? Active partner is a partner who not only contribute capital to the firm but also takes some active part in the business. അതായത് അയാൾ പൈസ മുടക്ക് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, he takes some active part in the business. അയാൾ ആ ബിസിനസ്സിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, അയാൾ ഒരു ജോലിക്കാരനാണ്. അപ്പൊ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഹീസ് എ പാർട്ട്ണർ പ്ലസ് എംപ്ലോയി. സോ ഹീസ് എ പാർട്ട്ണർ, അറ്റ് ദ സെയിം ടൈം ഹീസ് ആൻ എംപ്ലോയി ഓഫ് ദ ഫേം. അപ്പൊ അയാൾ പാർട്ട്ണറുമാണ് എംപ്ലോയിയുമാണ്. എടാ, പാർട്ട്ണർ ആയിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് എന്തോ കിട്ടും? പ്രോഫിറ്റിന്റെ ഒരു ഷെയർ കിട്ടും. പാർട്ട്ണർ ആയതുകൊണ്ട്. എംപ്ലോയി ആയതുകൊണ്ട് അയാൾക്ക് എന്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്ത് കിട്ടാനുള്ള അവകാശമുണ്ട്? സാലറി കിട്ടാനുള്ള അവകാശമുണ്ട്. സാലറി എന്ന് പറയും, ചിലയിടത്ത് കമ്മീഷൻ എന്ന് പറയും, ചിലയിടത്ത് ഡിവിഡൻഡ് എന്ന് പറയും. അതൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കും വർക്കിംഗ് പാർട്ട്ണറിന് എന്താണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് പ്രോഫിറ്റാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയും. അപ്പോ ഹു ഈസ് എ വർക്കിംഗ് പാർട്ട്ണർ? ആരാണ് വർക്കിംഗ് പാർട്ട്ണർ? പാർട്ട്ണർ പ്ലസ് എംപ്ലോയി ഓഫ് ദ ഫേം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാനാണ് വർക്കിംഗ് പാർട്ട്ണർ. അപ്പൊ അവർ 2 പേരുമോ? അവരെ വിളിക്കുന്ന പേരാണ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്. എന്ന് വെച്ചാൽ അവർ പാർട്ട്ണർ അല്ലേ? അതെ, അവർ കമ്പനിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ വെറുതെ കിടന്ന് ഉറങ്ങുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അവർ കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആക്ടിവിറ്റി ആണ് സ്ലീപ്പിംഗ് എന്ന് കാണിക്കുന്നത്. ദേ ആർ നോട്ട് ടേക്കിംഗ് എനി ആക്റ്റീവ് പാർട്ട് ഇൻ ദ ബിസിനസ്. അവർ ഈ നാട്ടിൽ പോലും അല്ല, അവർ ഈ ഫേമിലേക്ക് വരുന്ന പോലും ഇല്ല. പക്ഷെ അവരുടെ പൈസ എവിടെയുണ്ട്. സോ അവരെ വിളിക്കുന്ന പേരാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? എന്തിനുള്ള അവകാശം അവർക്കുണ്ട്?
പ്രോഫിറ്റ് ഷെയറിനുള്ള അവകാശമുണ്ട്. പ്രോഫിറ്റ് ഷെയറിനുള്ള അവകാശമുണ്ട്, പക്ഷെ എന്തില്ല, സാലറിയോ കമ്മീഷനോ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇതാണ് വർക്കിംഗ് പാർട്ട്ണറും സ്ലീപ്പിംഗ് പാർട്ട്ണറും. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. സ്ലീപ്പിംഗ് പാർട്ട്ണർ, വർക്കിംഗ് പാർട്ട്ണറിന് ഇത്ര ശതമാനം സാലറി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യത്തിലുണ്ടാകും. അപ്പൊ ഇത്രയും സമയമെടുത്ത് ഞാനിത് പറഞ്ഞു തന്നത് ഇത് നിങ്ങളുടെ തലയിലോട്ട് കയറാനാണ്. കാരണം ഇത് ഇത്രയും നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്തു നോക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണേ. എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പിൽ പങ്കെടുക്കുന്ന ആളുകളെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നു. അതിന് എന്താണ് പ്രോഫിറ്റ്, എന്താണ് ക്യാപിറ്റൽ, എന്താണ് ടൈം, പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടൈം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ടൈം ഈക്വൽ ആയാൽ എന്ത് ചെയ്യണം, ടൈം തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആരാണ് വർക്കിംഗ് പാർട്ട്ണർ, ആരാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. റാം, ശ്യാം ആൻഡ് മോഹൻ. നോക്കടാ, റാം, ശ്യാം ആൻഡ് മോഹൻ invest rupees 1,500, 2,000 and 2,500 respectively in a business. The profit earned is 1,200. ചോദ്യം ഇത്രേ ഉള്ളൂ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാമും ശ്യാമും മോഹനും കൂടെ ഒരു കച്ചവടത്തിൽ 1,500 രൂപ, 2,000 രൂപ, 2,500 രൂപ എന്നീ തുകകൾ നിക്ഷേപിക്കുന്നു. അവർക്ക് കിട്ടിയ ലാഭം 1,200 രൂപയാണ്. അതില് ശ്യാമിന്റെ ഷെയർ എത്ര? അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ സമയം തന്നിട്ടുണ്ടോ? റാം ഇത്ര നാൾ കഴിഞ്ഞ് വിഡ്രോ ചെയ്തു, ശ്യാം ഇത്ര കഴിഞ്ഞാണ് വരുന്നത്, മോഹൻ ഇത്ര മാസം കഴിഞ്ഞപ്പോൾ പോയി, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെയും സമയത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ തന്നെയായിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ക്യാപിറ്റൽ ഇട്ടേക്കുന്ന റേഷ്യോ തന്നെയായിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ്. അപ്പം നമ്മൾ ഇതിനെ റേഷ്യോ ആക്കുന്നു. എല്ലായിടത്തുനിന്നും 2 0 വെട്ടിക്കളയാം. 15നെ ഇനി നമ്മൾ ഒരു കോമൺ ഫാക്ടർ കൊണ്ട് ഹരിച്ച് ഈക്വൽ ആക്കുന്നു, റേഷ്യോ ചെറുതാക്കുന്നു. അപ്പോൾ 15/5 3, 20/5 4, 25/5 5. സോ 3:4:5. 3:4:5. ടോട്ടൽ പ്രോഫിറ്റ് എത്ര? ടോട്ടൽ പ്രോഫിറ്റ് എത്രടാ? 1,200. അതിൽ ആരുടെയാ കണ്ടുപിടിക്കണ്ടേ? ശ്യാമിന്റെ. ശ്യാമിന്റെ എന്ന് പറയുമ്പോൾ ഈ 4 അല്ലയോ കണ്ടുപിടിക്കണ്ടേ? നോക്കിക്കോ. അപ്പോൾ ശ്യാമിന്റെ ഷെയർ എത്ര? 1,200 ആണ് ടോട്ടൽ. ഇൻറ്റു എന്താണ്? 4 divided by 12. 4 divided by 12 എങ്ങനെ കിട്ടിയ റേഷ്യോ നമ്മൾ പഠിച്ചതാണ്. 4 3 7 5 12. അപ്പൊ ഈ 12 ആണ് ടോട്ടൽ എങ്കിൽ ആ 12ൽ 4 ആണ്. 4 3 7 5 ആകെ 12 ആണെങ്കിൽ ആ 12ൽ 4 ശ്യാമിനുള്ളതാണ്, 12ൽ 3 രാമിനുള്ളതാണ്, 12ൽ 5 മോഹനുള്ളതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ശ്യാമാണ് എന്ന് പറയുമ്പോൾ 12ൽ 4. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ 12 100 പ്രാവശ്യം 100 × 4 എത്ര കിട്ടും മക്കളെ? 400. ശരിയാണോ? യെസ്, 400. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. എ ആൻഡ് ബി ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് ഇൻ ദ റേഷ്യോ 3:2. എയും ബിയും ഒരു ബിസിനസ്സിൽ 3:2 എന്ന റേഷ്യോയിൽ ഇൻവെസ്റ്റ് ചെയ്തു. 5% ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഗോസ് ടു ചാരിറ്റി. അവരുടെ പ്രോഫിറ്റിന്റെ 5% അവർ ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നു. എയ്ക്ക് കിട്ടിയത് 855 രൂപയാണ്. എയുടെ ഷെയർ 855 രൂപയാണെങ്കിൽ ആകെ ലാഭം എത്ര? ആകെ പ്രോഫിറ്റ് എത്ര? ഓക്കെ എടാ, അതായത് ഇവരുടെ കയ്യിലോട്ട് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയാൽ, പെർസെൻറ്റേജിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ടോട്ടൽ പ്രോഫിറ്റ് 100% ഇരിക്കട്ടെ. ഇവർ ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്ന എത്ര? ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നത് ആ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് 5%. അല്ലാതെ എല്ലാം കൊടുത്തിട്ട് 5% കൊടുക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആദ്യം തീർക്കണം. കൊടുക്കാനുള്ളത് ആദ്യം കൊടുത്തിട്ട് വേണം പാർട്ട്നേഴ്സിന് കൊടുക്കാൻ. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 100% ആണെങ്കിൽ ആദ്യമേ അതിന് 5% ചാരിറ്റിക്ക് കൊടുക്കാനുള്ളത് അങ്ങ് മാറ്റി വെക്കണം. എത്ര? 5% മാറ്റി വെച്ചു. അപ്പോൾ ബാലൻസ് എത്ര ഉള്ളത്? ഇതിനെയാണ് പറയുന്നത് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയും. അതൊന്നും ഈ വലിയ ടെക്നിക്കൽ ടൈം പഠിച്ചത് കൊണ്ട് ആരും നിങ്ങൾക്ക് ഗപ്പൊന്നും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. 100 രൂപ കിട്ടി, 5 രൂപ ചെലവാക്കി, ചാരിറ്റിക്ക് കൊടുത്തു, ബാക്കി എത്ര ഉണ്ട്? 95. ഈ 95 എന്ത് ചെയ്യാനുള്ളതാ? എയ്ക്കും ബിക്കും കൊടുക്കാനുള്ളതാ. ഏത് റേഷ്യോയില്? 3:2. അപ്പൊ എയ്ക്ക് കിട്ടുന്ന ഷെയർ എത്ര ആയിരിക്കും? 95 × 3/5 ആയിരിക്കും. കാരണം 3:2 എന്ന് പറയുമ്പോൾ എയുടെ ഷെയർ 3/5. ബിയുടെ എത്ര ആയിരിക്കും? 95 × 2/5 ആയിരിക്കും. അതായത് തമ്മിൽ കട്ട് ചെയ്ത് നോക്കിക്കുക. 19 × 3 57%. എയുടെ ഷെയർ 57%. ബിയുടെ ഷെയർ എത്ര ആയിരിക്കും? 19 × 2 38%. നമുക്ക് ബിയുടെ കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലും ഇല്ല, എങ്കിലും പോട്ടെ. അപ്പം എയുടെ ഷെയർ 855 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, എയുടെ ഷെയർ എത്ര? ഇവിടെ നമുക്ക് എത്ര കിട്ടിയേ?
57%. എടാ അപ്പോൾ ആ 57% എന്ന് പറയുന്നതല്ലയോ കുഞ്ഞ് എത്ര? 855. മക്കളെ 57% 855 ആണെങ്കിൽ 1% എത്രടാ? 1% എങ്ങനെ കണ്ടുപിടിക്കും? 855 ഡിവൈഡഡ് ബൈ 57. 19 3 പ്രാവശ്യം 4 76 പിന്നെ 5 ഇപ്പോൾ 45/3 15. 1% എത്ര കിട്ടിയടാ? 15. 1% 15. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റിന് എത്ര ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്? 100%. എടാ 1% 15 ആണെങ്കിൽ 100% എത്ര? 1% 15 ആണെങ്കിൽ 100% എത്ര? 1% 15 ആണ്. 100% കണ്ടുപിടിക്കാൻ 15നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500. 1500. ക്ലിയർ ആണോ? യെസ്. സോ 1500 എന്ന് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കോ. 3 partners shared the profit in the ratio 5:7. ഒന്നാമത്തെ പാർട്ട്ണർ, രണ്ടാമത്തെ പാർട്ട്ണർ, മൂന്നാമത്തെ പാർട്ട്ണർ. 3 partners shared profit in the ratio 5:7:8. അപ്പോൾ ഇത് എന്തിന്റെ റേഷ്യോ? പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ? പ്രോഫിറ്റിന്റെ റേഷ്യോ. ആൻഡ് ദേ ഹാഡ് പാർട്ട്നേർഡ് ഫോർ 14 months, 8 months and 7 months. അപ്പോൾ ഇതെന്തുവാ? ടൈമിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ദേ ഹാഡ് പാർട്ട്നേർഡ് ഫോർ 14 months, 8 months and 7 months റെസ്പെക്റ്റീവ്ലി. ശരിയല്ലേ? അതെ. അപ്പോൾ പ്രോഫിറ്റും ടൈമും കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് ദർ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ റേഷ്യോ. എടാ ക്യാപിറ്റലിന്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ റേഷ്യോ എങ്ങനെയാണ് കിട്ടുന്നത് മക്കളെ? ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആയിരിക്കും. എടാ അപ്പോൾ ക്യാപിറ്റലിന്റെ റേഷ്യോ എന്തായിരിക്കും? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ടൈമിന്റെ റേഷ്യോ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. നമുക്കിവിടെ വേണ്ടത് എന്തുവാ? ക്യാപിറ്റലിന്റെ റേഷ്യോ അല്ലേ വേണ്ട, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. രണ്ടും ഒന്നാണ് കേട്ടോ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാലും എല്ലാം ഒന്നാണ്. സോ ക്യാപിറ്റലിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? ഈ പാർട്ടല്ലേ മക്കളെ കണ്ടുപിടിക്കണ്ടേ? അതെ. അതായത് പ്രോഫിറ്റ് ബൈ ടൈം. പ്രോഫിറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എത്ര? 5/14 = 7/8 = 8/7. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ വേണ്ടേ? നമുക്ക് ഈ ഫ്രാക്ഷൻ കളയാൻ നമ്മൾ റേഷ്യോന്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം കേട്ടോ. റേഷ്യോന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ടേമും ഫ്രാക്ഷൻ ആയിട്ട് വന്നാൽ ആ ഫ്രാക്ഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിന്റെ LCM കൊണ്ട് ഗുണിക്കണം. താഴെ കിടക്കുന്ന സംഖ്യകളുടെ LCM. അപ്പോൾ LCM ഓഫ് 14, 8, 7 എത്ര കിട്ടും? 56. ഓക്കെ, 56. LCM എങ്ങനെ കാണുന്നതെന്നൊക്കെ നമ്മൾ LCM HCF ക്ലാസ്സും എടുത്തിട്ടുണ്ട്. അതും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സോ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ 56 കൊണ്ട് ഗുണിക്കുന്നു. LCM കൊണ്ട് എല്ലാത്തിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫ്രാക്ഷൻ ഇല്ലാതാവും. അപ്പോൾ 14 4 പ്രാവശ്യം 5 × 4 എത്ര കിട്ടുവാടാ? 20. 8 56 7 പ്രാവശ്യം 7 × 7 49. 7 56 8 പ്രാവശ്യം 8 × 8 64. സോ ആൻസർ എത്ര കിട്ടും? 20:49:64. 20:49:64. ശരിയാണോ? യെസ്. 20:49:64. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ? അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പം ഇതേപോലെ ഈ ഏതെങ്കിലും 2 റേഷ്യോ തന്നിട്ട് മൂന്നാമത്തേത് ചോദിക്കും. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോണം. ഏതൊക്കെയാ? പ്രോഫിറ്റ്, ക്യാപിറ്റൽ, ടൈം. ഈ 3 കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു വെച്ചാൽ നമുക്കത് പ്രയോജനം ചെയ്യും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം എന്താ? റാം ആൻഡ് ശ്യാം ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. റാം ഇൻവെസ്റ്റ് ₹1,500 and Shyam ₹2,500. Ram is the working partner and gets 20% of the profit for his contribution in the management of the firm. Shyam is a sleeping partner. If the profit is ₹475, find the share of each. അതായത് ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റാം ഈസ് ദ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ് വർക്കിംഗ് പാർട്ട്ണർ, ആരാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാ. എടാ ഇവിടെ ഇവർക്ക് ടോട്ടൽ പ്രോഫിറ്റ് 100 കിട്ടിയെന്നിരിക്കട്ടെ. 100 കിട്ടി. ഇവർ ആദ്യം എന്ത് ചെയ്യണം? എപ്പോഴും എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആദ്യം തീർക്കണം. കൊടുത്ത് തീർക്കാനുള്ളതൊക്കെ തീർത്തിട്ടേ പാർട്ട്നേഴ്സിന് കൊടുക്കാവൂ. അതെപ്പോഴും മനസ്സിൽ വെച്ചോണം. അപ്പൊ ആദ്യം ഇവിടെ കൊടുക്കാനുള്ളത് എന്താണ്? പാർട്ട്ണർ. അപ്പൊ ചോദിക്കും, പാർട്ട്ണർ എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ലല്ലോ. പ്രോഫിറ്റ് ഷെയറിനേക്കാൾ മുൻപ് കൊടുക്കാനുള്ള എല്ലാം കൊടുക്കണമെന്ന് പഠിച്ചോ.
അതെല്ലാം എക്സ്റ്റേണൽ ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ പാർട്ട്ണർ ആണെങ്കിൽ അയാൾ ജോലിക്കാരനാണ്, ജോലിക്കാരന് ശമ്പളം കൊടുക്കേണ്ടത് എക്സ്റ്റേണൽ ലയബിലിറ്റിയാണ്. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 100. ടോട്ടൽ പ്രോഫിറ്റ് എത്ര മക്കളെ? 100. അതിൽ നിന്നും വർക്കിംഗ് പാർട്ട്ണർ ആണ്, അയാൾക്ക് കൊടുക്കേണ്ടത് എത്ര? 20% അല്ലേ? യെസ്, 20% എക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ എത്ര? 20 കൊടുക്കണം. ബാലൻസ് എത്ര ഉണ്ടടാ? ബാലൻസ് എത്രയുണ്ട്? 80 ഉണ്ട്. ഈ 80 ആർക്കൊക്കെ കൊടുക്കണം? എയ്ക്കും കൊടുക്കണം, ബിക്കും കൊടുക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ എയ്ക്ക് ഓൾറെഡി 20 കൊടുത്തില്ലേ, വീണ്ടും കൊടുക്കണം? 20 കൊടുത്തത് അയാളെ എടുക്കുക. അയാൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളമാണ് 20. അയാൾ പാർട്ട്ണറാണ്, പാർട്ട്ണറിന് ഷെയർ കൊടുക്കണ്ടായോ? കൊടുക്കണം. ഏതിൽ നിന്ന്? ഈ 80 നിന്ന് എടുത്ത് വേണം കൊടുക്കാൻ. അല്ലാതെ 100 ഇല്ല. 100ൽ 20 ആദ്യമേ എ അങ്ങ് കൊണ്ടുപോയി. പിന്നെ ബാക്കി വരുന്ന 80ലും എയ്ക്ക് ഷെയർ ഉണ്ട്. കാരണം എയ്ക്ക് ആദ്യമേ കിട്ടിയ 20 എന്ന് പറയുന്നത് എന്താ? അയാളുടെ പ്രോഫിറ്റ് ഷെയർ അല്ല, അയാൾ വർക്ക് ചെയ്തതിന്റെ റെമ്യൂണറേഷൻ ആണ്. അയാൾക്ക് 20% സാലറി കിട്ടണം. അല്ലെങ്കിൽ 20% എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റാം ഇസ് വർക്കിംഗ് പറഞ്ഞ 20% പ്രോഫിറ്റ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ഇൻ ദ മാനേജ്മെന്റ് എന്നാ പറഞ്ഞത്. അത് സാലറി ആകാം, ഡിവിഡൻഡ് ആകാം, എന്തും ആകാം. പക്ഷെ അപ്പൊ ആ 100ൽ നിന്ന് ആദ്യം 20 കൊടുത്തു, ബാക്കി എത്ര ഉണ്ട്? 80. ആ 80 വീണ്ടും A/B ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്ര? അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റേഷ്യോ എത്ര? എയും ബിയും. എ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2500, ബി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 1500. ബി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 1500. അപ്പോൾ 2500ഉം 1500. അപ്പം ഇതാണ് അവരുടെ ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ ഇത് എത്രയാണ്? 2 0 കട്ട് ചെയ്ത് കളയാം. 25ഉം 15 എത്ര കിട്ടും? 5:3. സോ ഈ റേഷ്യോയിൽ തന്നെ വേണം എന്ത് ഡിവൈഡ് ചെയ്യാൻ? എന്ത് ഡിവൈഡ് ചെയ്യാനായിട്ട്? പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എയ്ക്ക് എത്ര കിട്ടും? 80 ഇൻറ്റു എത്രയാണ്? 5. ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? എടാ ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ? 5ഉം 3ഉം കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ 80 ആണ്. അപ്പോൾ 50 30 ആണെന്ന് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റി എഴുതുക. 80 ഇൻറ്റു 5/8, 80 ഇൻറ്റു 3/8, അങ്ങനെയൊക്കെ എഴുതാതിരിക്കുക. അപ്പോൾ എയ്ക്ക് 50% കിട്ടും, ബിക്ക് എത്ര ശതമാനം കിട്ടും? 30% കിട്ടും. ഓ സോറി, അതിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു. എയും ബിയും അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിനേക്കാളും വലിയൊരു തെറ്റ്, നമ്മൾ വാല്യൂ എടുത്തത് തിരിഞ്ഞുപോയി. അതായത് റാമും ശ്യാമും അല്ലേ? റാം 1500ഉം ശ്യാം 2500ഉം അല്ലേ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? യെസ്. അപ്പോൾ എന്താണ്? റേഷ്യോ നേരെ തിരിഞ്ഞല്ലേ വരിക. 15ന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 25ന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5, 3:5. യെസ്, നമ്മൾ എടുത്തപ്പോൾ തിരിഞ്ഞുപോയി കേട്ടോ. അത് എൻ്റെ അശ്രദ്ധ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ റേഷ്യോ എത്ര വരിക? 3:5. ഓക്കെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. എയും ബിയും അല്ല ഇവിടെ, റാമും ശ്യാമുമാണ് കേട്ടോ. അതിപ്പം കഥാപാത്രങ്ങളുടെ പേരിലൊന്നും കാര്യമില്ല, എന്നാലും. സോ നമുക്കിവിടെ 30 കിട്ടും, 50 കിട്ടും. പക്ഷേ ഇതിനകത്തിൽ ചെറിയൊരു കാര്യമുണ്ട്. എന്താ? എയ്ക്ക് 30 കിട്ടത്തുള്ളൂ. സോറി, റാമിന് 30 കിട്ടത്തുള്ളൂ. അല്ല, റാം വർക്കിംഗ് പാർട്ട്ണർ ആയതുകൊണ്ട് അയാൾക്ക് 20 കൂടെ കിട്ടും. അപ്പോൾ മൊത്തത്തിൽ റാമിന് എത്ര കിട്ടും? ഈ 20 കൂടെ കിട്ടത്തില്ലേ? എടാ 30 കിട്ടിയത് അയാളുടെ പ്രോഫിറ്റ് ഷെയറാ. 20 അയാൾക്ക് സാലറി കിട്ടത്തില്ലേ? യെസ്. അപ്പോൾ എത്ര? 50. ഇയാൾക്ക് വല്ലതും കിട്ടുമോ? ശ്യാമിന് ഇല്ല, സ്ലീപ്പിംഗ് പാർട്ട്ണറാ, ഒന്നും കിട്ടത്തില്ല, 0. അപ്പോൾ എത്ര? 50. സോ 50:50 എന്ന് പറഞ്ഞാൽ എന്താ? 1:1. അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടെ ഈ ടോട്ടൽ പ്രോഫിറ്റ് അവർ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 1:1. അതായത് പകുതി എടുക്കും. അപ്പൊ റാമിന് എത്ര കിട്ടും? റാമിന്റെ ഷെയർ എത്ര ആയിരിക്കും? 475 ഇൻറ്റു 1/2. എത്ര? 475ന്റെ പകുതി 237. ശ്യാമിന് എത്ര കിട്ടും? 475 ഇൻറ്റു 1/2 എത്രയാണ്? 237.5. അപ്പൊ 2 പേർക്കും 237.5 വെച്ച് കിട്ടും. യെസ്, റാമിനും 237.5, ശ്യാമിനും 237.5. ബിക്കോസ് റേഷ്യോ 1:1 വരുന്നത് കൊണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. നന്നായിട്ട് ആലോചിച്ച് നോക്കുക. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഈ വർക്കിംഗ് പാർട്ട്ണർ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ആ കൊടുക്കാനുള്ളത് അങ്ങ് മാറ്റുക, എന്നിട്ട് ബാക്കിയുള്ളത് പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ABC invested in a business in the ratio 3:2:5. If A earns 60% more profit than B and C earns 75% more than B, then what is B's share within bracket in rupees in the profit? അതായത് ബിയുടെ ഷെയർ എത്ര രൂപയാണെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എത്രയാണ്? അല്ല, ഞാൻ ചിരിക്കണോ കരയണോ? എന്റെ പൊന്നു പിള്ളേരെ, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടത്തില്ല. കനോട്ട് ബി ഡിറ്റർമിൻഡ്. എന്താ കാര്യം?
ഇങ്ങോട്ട് നോക്ക്. എടാ, എയും ബിയും സിയും തമ്മിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ, എയും ബിയും സിയും തമ്മിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2:5 ആണ്. ആയിക്കോട്ടെ, എക്ക് ബിയേക്കാൾ 60% ഷെയർ കൂടുതൽ കിട്ടുന്നു, സമ്മതിച്ചു. ബി സിയേക്കാളും എത്രയാണ്? 75%. സി ബിയേക്കാളും 75% കൂടുതൽ മേടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ, എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവർ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് കോമഡി. ദെൻ വാട്ട് ഈസ് ബി ഷെയർ ഇൻ ദ പ്രോഫിറ്റ്? അതും വിത്തിൻ ബ്രാക്കറ്റ് റുപ്പീസ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബിയുടെ ഷെയർ എത്ര രൂപയെന്ന് കണ്ടുപിടിക്കണം. എവിടെ നിന്ന് എടുത്തിട്ട് കണ്ടുപിടിക്കാൻ? നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ല. സോ യു കാൻ മേക്ക് ചിക്കൻ കറി വിത്തൗട്ട് ചിക്കൻ. എന്ന് പറയുന്നത് പോലെയാണ് ഇതിനകത്തിൽ മരുന്നിനെങ്കിലും ഒരു പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇത്ര രൂപയാണ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രോഫിറ്റ് എന്താണെന്നോ പ്രോഫിറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ലിങ്കോ എന്തെങ്കിലും ഒരു എമൗണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ലാത്ത കാര്യം എവിടുന്ന് കണ്ടുപിടിക്കും? കവടി വെച്ച് നോക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. സോ ആൻസർ എന്താ? കനോട്ട് ബി ഡിറ്റർമിൻ ബിക്കോസ് പ്രോഫിറ്റ് ഈസ് നോട്ട് ഗിവൺ. പ്രോഫിറ്റോ പ്രോഫിറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എമൗണ്ടോ ഒരു വാല്യൂ, ഇത്ര രൂപ എന്ന് പറഞ്ഞൊരു വാല്യൂ ഈ ചോദ്യത്തിൽ ഇല്ല. സോ cannot be determined. ചോദ്യം കാണുമ്പോൾ തന്നെ എഴുതണം, അല്ലാതെ ഇത് കണ്ടുകൊണ്ടില്ല മറ്റേ കാള പെട്ടെന്ന് കേട്ടോണ്ട് കൊച്ചിന്റെ ബേബി സെറ്റ് മേടിക്കാനായിട്ട് പോകരുത്. ഒരിക്കലും ഇതിന് ആൻസർ കിട്ടത്തില്ല. ആൻസർ cannot be determined ബിക്കോസ് ആ ചോദ്യത്തിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഒന്നും ഇല്ല. എത്ര രൂപയാണെന്നൊന്നും പ്രോഫിറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ദി ആൻസർ ഈസ് cannot be determined. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്നും അതിന്റെ ബേസിക് കോൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഈ 5 ചോദ്യങ്ങൾ ഒന്നും ആകുന്നില്ല എന്ന് എനിക്കറിയാം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമുക്ക് ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. കൂടുതൽ ഭാഗങ്ങളിലേക്ക് കൂടുതൽ പാർട്ടായിട്ട് വീഡിയോ ഇങ്ങനെ ഉൾപ്പെടുത്താമെന്നുള്ളതല്ലാതെ എന്നാലും അത് തീരുന്നില്ല. ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ ഈ ക്ലാസ്സുകൾ കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബേസ് നന്നായിട്ട് ക്ലിയർ ആക്കി തരിക എന്നുള്ളതാണ്. അതിന്റെ ബേസിക് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്താണ് ആ സാധനം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അറിവ് വെച്ചുകൊണ്ട് നമുക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയുടെ അവസാനം നിങ്ങളോട് പറയുന്നത്, ചോദ്യങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കുക, നന്നായിട്ട് കൂടുതൽ വർക്ക് ചെയ്ത് പഠിക്കുക. അങ്ങനെ വർക്ക് ചെയ്ത് പഠിച്ചാൽ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ അതിൻ്റെതായ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ആ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഒക്കെ അതിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് സെക്ഷനായിട്ട് അത് ഉപയോഗിക്കാം. അപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.